ഇപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുണ്ട്, MLA ഉണ്ട്. അവിടെ പ്രശ്നപരിഹാരത്തിനായുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. മൃതദേഹമുള്ള സംഭവ സ്ഥലത്ത് നിന്നും അവർ മടങ്ങിപ്പോയി മറ്റൊരു സ്ഥലത്തിരുന്ന് വിശദമായ ചർച്ച നടത്തുകയാണ്. കാര്യങ്ങൾ കൂടിയാലോചനകൾ നടത്തുകയാണ്. എൽദോസിന്റെ മൃതദേഹം ഇപ്പോഴും ആക്രമണമുണ്ടായ സ്ഥലത്ത് തന്നെയാണ്. കാട്ടാന ആക്രമണം ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണുള്ളത്. അവിടെ നിന്നും മാറ്റാൻ ഇതുവരെ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല. കൃത്യമായൊരു മറുപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം മാറ്റാൻ കഴിയൂ, അതിന് സമ്മതിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴെന്തായാലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെയും MLA-യുടെയും നേതൃത്വത്തിൽ. ഈ കാരണന്മാരെയും കൂടെ നോക്കേണ്ട ബാധ്യത ഇവൾക്കാണ്. അവളൊരു 10ാം ക്ലാസ് വരെ പഠിച്ച പെണ്ണാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നഷ്ടപരിഹാര തുക അടക്കമുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയ ശേഷം മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമായിരുന്നു നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 60ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം. അവിടെ നിരന്തരം ഇത്തരത്തിൽ വന്യജീവി ശല്യം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെയും ജീവൻ അത് വലിയ ഭീഷണിയാണ്. അതേ ആശങ്ക തന്നെയാണ് അവരെല്ലാവരും ഉയർത്തുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രോഷം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മൃതദേഹത്തിന് അടുത്ത് നിന്ന് മാറി ഇപ്പോൾ ജില്ലാ കളക്ടറും MLA-യും ഒക്കെ മറ്റൊരു സ്ഥലത്തിരുന്ന് അവർക്ക് വേണ്ട ശാശ്വത പരിഹാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാളിച്ച പറ്റിയത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടാന ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പലതവണ ഇവിടെ വന്യമൃഗശല്യമുണ്ട് എന്നുള്ളൊരു വിഷയം ഉന്നയിച്ചിട്ടും ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ തീർച്ചയായും അർത്ഥമുണ്ട്. അവരുന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവരുടെ ഓരോരുത്തരുടെയും ജീവന്റെ ഭയമാണ് അതിലുള്ളത്. അവരോടൊക്കെ ഒന്നിച്ച് താമസിച്ചിരുന്ന എൽദോസ് ആണ് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി മടങ്ങി വരും വഴിയാണ് ആ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. അച്ഛനും അമ്മയും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും ആകത്താണിയായിരുന്ന മകനാണ് എൽദോസ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. കളക്ടർ എത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം മാറ്റാൻ സമ്മതിക്കൂ എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. പക്ഷേ ജില്ലാ കളക്ടർ എത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ച മറുപടിയൊന്നും ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിച്ചില്ല. ആ കാരണത്താൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ജനരോഷം തന്നെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം മാറ്റാനുള്ള ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള പോലീസ് ശ്രമത്തെ വലിയ രീതിയിലാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുയരുന്നത്. അവിടെ ഒരു ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. ഇപ്പോഴെന്തായാലും പോലീസ് പിന്തിരിഞ്ഞ് മൃതദേഹത്തിനോടെ കാവൽ നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവരുടെ ജീവന്റെ ഭയം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ആനകളെ പ്രദേശത്ത് നിന്ന് തുരത്താനുള്ള ഒരു ആവശ്യം പലതവണ നാട്ടുകാർ ഉന്നയിച്ചിട്ടും വന്യമൃഗശല്യത്തിന് കൃത്യമായൊരു പരിഹാരം വേണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഒന്നും നടന്നിട്ടില്ല. ആ ഒരു രോഷം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണമെന്നൊക്കെ നാട്ടുകാർ പലരും പ്രതികരണങ്ങളിൽ നമ്മൾ കേട്ടു. പലരും അതേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. തങ്ങളുടെ ജീവനും ഇത് ഭീഷണിയല്ലേ എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് കൃത്യമായ പരിഹാരം, എന്താണിതിന് വേണ്ട നടപടി എന്നുള്ളത് അധികാരികൾ ആലോചിച്ച് തീരുമാനിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് നാളെയോ മറ്റന്നാളോ അല്ല, ഈ നിമിഷം തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എങ്കിൽ മാത്രമേ എൽദോസിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇപ്പോഴെന്തായാലും ജില്ലാ കളക്ടറുടെയും MLA-യുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.